രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരള ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ ബി.ജെ.പി കേരള സംസ്ഥാനത്തിലെ ബി.ജെ.പി ഘടകം ഒരു പൂർണ്ണമായ പരാജയമായതുകൊണ്ട് അതിലൊരു ശുദ്ധികലശം നടത്താനാണ് ഇദ്ദേഹം വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സുരേന്ദ്രനും മുരളീധരനും പാടെ ഒരു അവഗണന ഇപ്പം നേരിടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ സർ? അതിനകത്ത് ആര് പറഞ്ഞില്ലെങ്കിലും ആര് പറഞ്ഞാലും നമ്മൾക്ക് സാധാരണക്കാരന് പോലും നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ, കേരളത്തിൽ ബി.ജെ.പി രക്ഷപ്പെടാത്തതിന് കാരണം ബി.ജെ.പിയുടെ ഭാരവാഹികളും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുമാണ്, അല്ലെങ്കിൽ അതിനകത്തെ ഗ്രൂപ്പാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്ത ഒരു സാധാരണ ബി.ജെ.പി പ്രവർത്തകന് പോലും ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് പലവട്ടം മനസ്സിലാവുന്നുണ്ട്, കേന്ദ്രത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ബി.ജെ.പി വളരുന്നത് പോലെ കേരളത്തിലും വളരണം, അല്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ലാത്ത ത്രിപുരയിലും ഈ പറയുന്നത് പോലെ പശ്ചിമ ബംഗാളിലും പോലും ബി.ജെ.പിക്ക് കൃത്യമായി കടന്നു കയറാൻ സാധിക്കുമ്പോൾ വളരെ കൂടുതലായിട്ട് നേതാക്കന്മാരും ഈ പറയുന്ന ബി.ജെ.പിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പറയുന്ന RSSന്റെ ശാഖകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ് പറയുന്നത്. പക്ഷെ കേരളത്തിൽ ബി.ജെ.പി വളരുന്നില്ലല്ലോ. അപ്പൊ അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബി.ജെ.പിക്കകത്ത് നേതാക്കന്മാർ ഇടയിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പ്, അതായത് പ്രധാനമായിട്ടും ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ആ ഗ്രൂപ്പിനകത്ത് ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ പാർട്ടിയെ കയ്യിൽ മാത്രം, അവരുടെ കയ്യിൽ മാത്രം നിന്നുള്ള പാർട്ടി മതി, അവർ പറയുന്നത് പോലെ പാർട്ടി വളർന്നാൽ മതി, അവർ ആഗ്രഹിക്കുന്ന സംവിധാനങ്ങൾ കൂടി ആണെങ്കിൽ പാർട്ടി മതി എന്ന് തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പ്, പ്രബല ഗ്രൂപ്പ്, അത് മുരളീധരന്റെ നേതൃത്വത്തിൽ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെയാണെന്നാണ് പറയുന്നത്. മുരളി നേരത്തെ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റായി. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട് ബൂത്ത് തലത്തിൽ വെച്ച് പാർട്ടി ഉണ്ടാക്കി. ബൂത്ത് തലത്തിൽ വരെ മുരളി ഉണ്ടാക്കിയ പാർട്ടി ആ ബൂത്ത് തലത്തിൽ ഇപ്പോഴും അതേപോലെ ഇരിക്കണം, അതിനപ്പുറം ആരുടെയും കയ്യിൽ ഇരിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന മുരളീധരൻ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ഇത് കേന്ദ്രത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ ഇലക്ഷനോടുകൂടി ഒരു പക്ഷേ വളരെ കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്നത് മനസ്സിലാക്കാം. മുരളീധരൻ തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. എന്ന് രാജേഷ് ആയിരുന്നല്ലോ ജില്ലാ പ്രസിഡന്റ്. പക്ഷേ നിങ്ങളൊക്കെ ഈ തിരുവനന്തപുരത്തുകാരായിരിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും. കാരണം അവിടെ നിന്ന് ഇദ്ദേഹം ഇറക്കിയതല്ലാതെ ആ പാർട്ടി സംവിധാനങ്ങൾ ഓരോ പ്രദേശത്തുമുള്ളവർ അതാത് പ്രദേശത്ത് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നിട്ടുള്ള മൊത്തം പ്രവർത്തകരെ തന്റെ താല്പര്യത്തിനനുസരിച്ച് തന്റെ പ്രദേശമായിട്ടുള്ള ആറ്റിങ്ങൽ കൊണ്ടുപോയി പ്രവർത്തിപ്പിക്കുകയും, എന്റെ അറിവ് ശരിയാണെങ്കിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് സ്വാധീനമുള്ള പാർട്ടി, അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടി, അദ്ദേഹത്തിന് പറഞ്ഞാൽ കേൾക്കുന്ന പാർട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന പാർട്ടി വേണ്ട രീതിയിൽ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്തായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ജയിക്കുമായിരുന്നു. ഇത് കുമ്മനത്തിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. കുമ്മനത്തിന്റെ കാലത്ത് നടന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മുരളീധരൻ അവിടെ കുമ്മനം ജയിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇതുപോലെ പണി നടത്തി എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറയത്തില്ലേ, ഓരോ മണ്ഡലങ്ങളിൽ ഇപ്പൊ 7 നിയോജക മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അവിടെ എല്ലാം ഈ പാർട്ടികൾക്കെല്ലാം നമ്മുടെ നിയമസഭാ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുമാണ്. ഞാനെന്നാ എനിക്ക് പരിചയമുള്ള തിരുവനന്തപുരത്തുകാരൻ്റെ അടുത്ത് പറഞ്ഞ, എന്റെ പൊന്ന് ചേട്ടാ, അല്ലെങ്കിൽ അവിടെ തുറന്നു വെച്ചേക്കുന്ന ബി.ജെ.പിയുടെ നിയമസഭ നിയോജകമണ്ഡല ഓഫീസുകളൊക്കെ തുറന്നു വെച്ചേക്കുന്ന ഈ പറയുന്ന കുമ്മനം രാജേന്ദ്രനെ ജയിപ്പിക്കാനല്ല, അദ്ദേഹത്തെ തോൽപ്പിക്കാനാണ്. ശരി, അന്നത്തെ തോറ്റത് ഏതാണ്ട് ലക്ഷക്കണക്കിന് വോട്ടിനാ. അയാൾ ഒരു സാധുവായ മനുഷ്യനാ, ഒരു സാത്വികനാ. അയാൾക്ക് ഇതിനകത്തൊന്നും വേണ്ട. എന്നിട്ട് അയാളെ അവിടെ നാട് കടത്തി. മനസ്സിലായില്ലേ? ഇതേ രീതിയിൽ മുരളി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക. മുരളി ഇപ്പം ഞാനൊന്നും വേറെ പൊളിറ്റിക്സ് ഉണ്ട് ഞാൻ പറയുന്നില്ല. ജോർജിനെ മന്ത്രിയാക്കുന്നതിന് മുരളി ഒരു സ്വാധീനം ചെലുത്തി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി വലുതായിട്ട് ഷൈൻ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ജോർജ് മോശമെന്നല്ല ഞാൻ പറയുന്നത്. അയാളുടെ ഉദ്ദേശം അങ്ങനെയായിരുന്നു. ജോർജിൽ കൂടി, പക്ഷെ ജോർജ് അതിനൊന്നും നിന്ന് കൊടുക്കുന്നില്ല. ജോർജിൽ കൂടി ഒരു കളി അല്ലെങ്കിൽ നിയന്ത്രിക്കാം. അപ്പൊ അതേ രീതിയിൽ പാർട്ടിയെ പിടിച്ചേക്കുക. അപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ മോശമല്ലല്ലോ. കാരണം മോശമായിട്ടുള്ള ഒരുത്തനാണെങ്കിൽ അദ്ദേഹം ഇത്രയും വരത്തില്ലല്ലോ. കാരണം ഇപ്പൊ വന്നതിന് മുമ്പ് അയാളുടെ തസ്തികൾ നമുക്കറിയാമല്ലോ. പിന്നെ ബിസിനസ് ലെവലിൽ അദ്ദേഹത്തെ ലോക നിലവാരത്തിൽ ബിസിനസ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരന്റെ ബുദ്ധിയും ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ വരും. മനസ്സിലാവുന്നത്. അപ്പൊ അയാൾക്ക് മനസ്സിലായി, കഴിഞ്ഞ പ്രാവശ്യം അയാൾക്ക് പറ്റിയ അമളി എന്താന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾക്ക് കിട്ടിയ പണി എവിടുന്നാന്ന് മനസ്സിലായി. അയാൾ ജയിക്കാതിരുന്നത് എന്താന്ന് മനസ്സിലായി. കേരളത്തിൽ ഉടനീളം MLA-മാരും MP-മാരും ഉണ്ടാവാത്തതിന്റെ കാര്യം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. കാരണം ഉണ്ടാവുന്നെങ്കിൽ മുരളീധരനായിട്ട് ഒരു MP, മുരളീധരനാവുന്ന മന്ത്രി, സുരേന്ദ്രനാവുന്ന MLA, സുരേന്ദ്രനാവുന്ന MP ഒക്കെ പിന്നെ അവരുടെ കീഴിൽ നിൽക്കുന്നവരൊക്കെ മതി. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന് ഉദാഹരണമായിരുന്നില്ല ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീയെ
പലയിടത്തും കൊണ്ടുവച്ച് അവിടെ വോട്ട് കൂടുമ്പോൾ പിന്നെ അവർക്ക് അവിടെ മത്സരിക്കാനുള്ള അവസരമില്ലായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പൊ കഴിഞ്ഞ ഈ ഇവര് വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ സ്വത്വം പ്രമാദി അല്ലെങ്കിൽ താല്പര്യപ്രകാരം ഈ ഇവരെ രണ്ടുപേരെയും കൂടെ ഈ ഉന്നതാധികാര സമിതിയെ വിളിക്കാനാണ്. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. അതിനുള്ള ധൈര്യം എന്തായാലും ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാവത്തില്ല. അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സാധാരണ ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ പ്രബലരായിട്ടുള്ള രണ്ടുപേര് മുരളീധരൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ഇപ്പോഴത്തെ നന്ദയുടെ കൂടെ ദേശീയ സെക്രട്ടറി ആയിട്ടിരുന്ന ഈ യുവമോർച്ചയുടെ ദേശീയ പ്രസിഡന്റ് അയാളായിട്ടിരിക്കുമ്പോൾ ദേശീയ സെക്രട്ടറി ആ കെറോഫിലായി ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ സുരേന്ദ്രനെ അന്ന് പ്രസിഡന്റ് ഒക്കെ ആക്കി. അപ്പൊ ആ രീതിയിൽ അവിടെ ബന്ധമുള്ള ആളാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരാൾക്ക് മാറ്റി നിർത്തി ഇവിടെ ഒരു കമ്മിറ്റി കൂടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മാറ്റി നിർത്തിയപ്പോ ഇവര് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയാം. പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അയാൾ ഡൽഹിയിൽ പോയി പറഞ്ഞ അങ്ങനെ നിർത്തിയാൽ മതി. അതുകൊണ്ട് ഇപ്പം ജില്ലാ നേതൃയോഗങ്ങളിലെ പോസ്റ്ററിൽ പോലും പടം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ളവരെ കൂട്ടിയോജിപ്പിച്ചിട്ട് ഇവിടെ പാർട്ടി സംവിധാനത്തിനകത്ത് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇവരുടെ നിയന്ത്രണത്തിൽ ചവിട്ടിപ്പിടുത്തം ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഉള്ളവരെ നടപടിയെടുത്ത് വെളിയിൽ കളയാൻ പറഞ്ഞു. കാരണം ഇതുവരെ ഇപ്പൊ സംസ്ഥാന കമ്മിറ്റിയെ ഉണ്ടാവാതിരിക്കുന്നുള്ളൂ. സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ജില്ലാ കമ്മിറ്റിയിലും വളരെ കൃത്യമായിട്ട് സ്വാധീനം ചെലുത്തി ഭാരവാഹികളെ വെച്ചിരിക്കുന്നത് ഈ മുരളീധരന്റെയും സുരേന്ദ്രന്റെ ആൾക്കാരാ. അത് പാർട്ടി പരിപാടികൾ പുറകോട്ട് നടത്തിക്കാൻ വളരെ കൃത്യമായിട്ട് ഇവർക്ക് കഴിയും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ തന്നെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റാത്തത് എന്താ? നമ്മൾ വെളിയിൽ ചർച്ചയാവുന്നില്ലെന്നേ ഉള്ളൂ. BJPക്ക് ഒക്കുന്നില്ല. ഇവരുടെ സമ്മർദ്ദം, അവരുടെ ആൾക്കാരെ വെക്കണം. മനസ്സിലാവുന്നുണ്ട്. കൊള്ളാവുന്നവരെ വെക്കുക, അല്ലെങ്കിൽ പാർട്ടിയെ നാളെ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവരെ വെക്കുന്നതിനപ്പുറം ഇവർക്ക് സ്വാധീനം അനുസരിക്കണം. കാരണം ചില്ലറ കാര്യമല്ല നമ്മൾ ഈ പറയുമ്പോൾ ചർച്ച ഫണ്ട് വരുന്നത് എത്ര കോടിയാണെന്നറിയാവോ ഒരു ഇലക്ഷൻ വരുമ്പോൾ? അത് കഴിഞ്ഞിട്ട് ഒരു ജില്ലാ പ്രസിഡന്റും ഒരു സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഒന്നും മേളിൽ നിന്നൊന്നും ഫണ്ട് വേണ്ട. അത്യാവശ്യം അവിടെ നിന്ന് ഫോൺ കറക്കിയാൽ ഒരു മാസം കോടികൾ വരും. പിന്നെ സുഖ സൗകര്യങ്ങൾ, അംഗീകാരങ്ങൾ, ഇതൊക്കെ വലിയ വലിപ്പത്തിലാ. അപ്പം പാർട്ടി ഇല്ലാലും കുഴപ്പമില്ല, കേന്ദ്രത്തിൽ പാർട്ടി മതി. ഇവിടെ വേണ്ട, ഇവിടെ MLA വേണ്ട, MP വേണ്ട, ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ ഇരുന്നാൽ മതി. അപ്പൊ അതാണ് കുറെ നാൾ കൊണ്ട് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പാർട്ടി വേണോ, ഞങ്ങളെ ആക്ക്, അത് രാജ്യസഭ MP ആക്കി എന്നെ ആക്ക്, അല്ലെങ്കിൽ മന്ത്രിയാക്കണോ എന്നെ ആക്ക്, അല്ലെങ്കിൽ വേറെ തന്നെ വേണ്ട. ഇത് ഈ രീതിയിലേക്കുള്ള പോക്കാണെന്ന് കേന്ദ്രത്തിന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ പൈസ വേണ്ടല്ലോ. പുള്ളിക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ. ഓട്ടിക്കത്തില്ലെന്ന് അവർക്ക് ബോധ്യമുണ്ട്, അവർക്കറിയാവുന്നുണ്ട്. പൈസയുടെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥി ഇവിടെ കൊണ്ടുവച്ചു, ബാക്കിയുള്ള കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. കൈകാര്യം ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. അതിനകത്ത് വേണ്ട പിന്തുണയുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതേ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ എടുത്ത് മുന്നോട്ട് പോകാം. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് MP മാരെയും MLA മാരെയും ഒക്കെ ഉണ്ടാക്കി ഒരു നല്ല BJP ഉണ്ടാക്കി മുന്നോട്ട് പോകും എന്ന് വിചാരിക്കാം. ഏതായാലും ഈ പറയുന്ന മുരളീധരനെയും സുരേന്ദ്രനെയും കൈകാര്യം ചെയ്യുന്നതിന് ഉതകുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് പോകും. കാരണം രാജീവ് ഇവിടെ ആദ്യം അടിച്ചത് മുരളീധരന്റെയും സുരേന്ദ്രന്റെയും കെയർ ഓഫിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ അടി തിരുവനന്തപുരത്ത് നിന്നാണ് കിട്ടിയത്. അത് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വഭാവം വെച്ചിട്ട് നീക്കം അനുസരിച്ച് അദ്ദേഹത്തിന് ചെറിയൊരു അടി കിട്ടിയെങ്കിൽ അദ്ദേഹം കാലയെ വാരി നിലത്തടിക്കാൻ പോകുന്ന ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കും.